ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷമൂസ് ക്രിയേഷൻ. ഞാനിന്ന് വളരെ പ്രശസ്തമായ മട്ടൻ കൊണ്ടുണ്ടാക്കുന്ന മുഗളായി കറി, മട്ടൻ മുംതാസ് കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. ഈ റെസിപ്പി നിങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ മെനുവിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. നമുക്ക് മുംതാസ് മട്ടൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം 500 ഗ്രാം മട്ടൻ എടുക്കുക. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മട്ടൻ നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അതിനായി 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 10-12 കുരുമുളക് പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതോ പേസ്റ്റോ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് 4-5 വലുതായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാള സോഫ്റ്റ് ആകുന്ന വരെ വരട്ടി കൊടുക്കാം. സവാള സോഫ്റ്റായ ശേഷം 10-12 പച്ചമുളകും 10-12 അണ്ടിപ്പരിപ്പും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. എരി കൂടുതൽ വേണ്ട എന്നുള്ളവർ പച്ചമുളക് കുറച്ച് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് തണുക്കാനായി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു കുക്കറിൽ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ബേ ലീഫ്, പെരിഞ്ജീരകം, ഏലക്ക, ഗ്രാമ്പൂ എന്നീ മസാലകൾ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മസാലയുടെ ഫ്ലേവർ ഓയിലിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച മട്ടൻ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുക്കർ അടച്ച് മട്ടൻ വേവിച്ചെടുക്കാം. വെച്ചിരുന്ന സവാള, പച്ചമുളക്, അണ്ടിപ്പരിപ്പ് എന്നിവ നമുക്ക് മിക്സിയിലിട്ടിട്ട് അതിലേക്ക് 1 കപ്പ് തൈര്, 1 പിടി മല്ലിയില എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇനി വേവിച്ച മട്ടനിലേക്ക് ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് 10 മിനിറ്റ് കുക്ക് ചെയ്യാം. എന്നിട്ട് കുറച്ച് ബട്ടറും ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുത്താൽ മുംതാസ് കറി റെഡിയായി. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഡിഷാണിത്. എപ്പോഴും ഒരുപോലെ കഴിക്കുന്നതിനേക്കാളും ഒരു ദിവസമെങ്കിലും ഒരു വെറൈറ്റി ചെയ്യുന്നത് നല്ലതല്ലേ. ഒരിക്കൽ ഇതുപോലെ കുക്ക് ചെയ്ത് നോക്കൂ. വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.